മെക്സിക്കൻ കടലിൽ കാണാതായ മലയാളിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് കക്കോടി മോരിക്കര സ്വദേശി വിൻഷാറിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 16-ാം തീയതി തിരികെ നാട്ടിലേക്ക് വരാനിരിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട വിൻഷാർ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് കുടുംബം പറയുന്നു. വിൻഷാറിനെ കണ്ടെത്താൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ശക്തമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ മിസ്സിംഗ് ആണെന്ന്. അതിനുശേഷം ഒരു ഇൻഫർമേഷൻ ഇല്ല. ഒരു 6 വർഷമായിട്ട് ഒരു വേറെ ഷിപ്പിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ പുതിയത് ഡിസംബറിലാണ് പോയത്. ഡിസംബറിൽ പോയതിനു ശേഷം അവിടെ കുറച്ചൊരു വർക്ക് പ്രഷർ ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സംസാരിച്ചിട്ട് പിന്നെ അതിനുശേഷം ആണ് ടിക്കറ്റൊക്കെ കൺഫേം ആയത്. വരാൻ നിന്നാണ് നാട്ടിലേക്ക്. ആകാശ് തരത്തിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആകാശ്, കുടുംബം വലിയ ആശങ്കയിലാണ്. ഇതുവരെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചതായി അറിവുണ്ടോ? വിശദാംശങ്ങൾ. തീർച്ചയായും ഷാമിലി, ഈ കുടുംബം വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് 9-ാം തീയതിയാണ്. 9-ാം തീയതി സംഭവം ഉണ്ടായിട്ട് അതിന് പിന്നാലെ ഈ ഇവരുടെ മുരിക്കരയിലെ വീട്ടിലേക്കാണ് ആദ്യം ഈ ഷിപ്പിംഗ് കമ്പനിയുടെ ഫോൺ കോൾ വരുന്നത്. അദ്ദേഹത്തെ കാണാനില്ല, വിൻഷാറിനെ കാണാനില്ല എന്നായിരുന്നു പറഞ്ഞത്. അതിന് പിന്നാലെ 1 മണിക്കൂറോളം ഈ ക്രൂയിസ് ഷിപ്പിലുള്ള അംഗങ്ങൾ ഇയാൾക്കായി തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ആ തെരച്ചിലിൽ കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ ക്രൂയിസ് ഷിപ്പ് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു. കൂടാതെ മെക്സിക്കൻ സേന ഇദ്ദേഹത്തിനായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ 3 ദിവസം പിന്നിട്ടു. ഇദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവുമില്ല. കുടുംബം ഇപ്പോൾ MP രാഘവൻ കൂടാതെ AK ശശീന്ദ്രൻ ഉൾപ്പെടെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരോടൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ കേന്ദ്ര മന്ത്രാലയമായാലും ജയ്ശങ്കറായും ഒക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ പ്രതീക്ഷയിലാണ് കുടുംബം. എന്നാൽ പോലും ആശങ്കയുമുണ്ട്. കൂടാതെ 3 ദിവസമായി ഒരു വിവരവുമില്ല. ഈ ഷിപ്പിംഗ് കമ്പനി 2 ദിവസമായി ശനിയും ഞായറുമായിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇനി നാളെ തിങ്കളാഴ്ച മാത്രമായിരിക്കും ഇവരായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ളത്. അതിനാൽ തന്നെ ഇവർക്ക് ഈ റിൻഷാദിനെ പറ്റി യാതൊരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല എന്നതാണ് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്നത്. ഇദ്ദേഹം 16-ാം തീയതി നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഈ ഷിപ്പിലേക്ക് മാറിയിട്ട് NCL ഷിപ്പിലേക്ക് മാറിയിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ. അവിടെ ഉയർന്ന ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനടുത്ത് പങ്കുവച്ചിരുന്നു. അത് ഈ കുടുംബം ഇന്നിപ്പോൾ നമ്മളെടുത്ത് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം വലിയ രീതിയിലുള്ള ജോലി സമ്മർദ്ദം അറിയിച്ചിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും ഈ കുടുംബം വലിയ ആശങ്കയിലാണ്. കക്കോടി മോരിക്കരയിലാണ് റിൻഷാദിൻ്റെ വീട്. അവിടെയുള്ളവരും വലിയ രീതിയിലുള്ള ആശങ്കയാണ്. ഭാര്യയും 2 കുട്ടികളുമാണുള്ളത്. സഹോദരങ്ങളും കൂടാതെ എല്ലാവരും തന്നെ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഇവർക്ക് യാതൊരു വിവരം, റിൻഷാദിനെ പറ്റി യാതൊരു വിവരം ലഭിക്കാത്തതാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച ഈ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നുള്ള ആളുകൾ വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. എന്നാൽ മാത്രമേ എന്താണ് ഇപ്പോൾ തിരച്ചിലിൻ്റെ അപ്ഡേറ്റ് എന്താണ്, കൂടാതെ തിരച്ചിൽ നടത്തുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഷാമിലി.